ഇതരാൻ ധർമ്മമാർഗേണ ചാലയന്ന വിഗംബിതഃ സ്വധർമ്മമാചരൻ മർത്യോ വ്രതിശ്രേഷ്ഠോ നിഗദ്യത്തെ. അവിഗംബിത ഇളക്കപ്പെടാത്തവനും സ്വധർമ്മം തൻ്റെ ധർമ്മത്തെ ആചരിക്കുന്നവനുമായ മർത്യ മനുഷ്യൻ വ്രതിശ്രേഷ്ഠ വ്രതികളിൽ ശ്രേഷ്ഠനെന്ന് നിഗദ്യതയെ പറയപ്പെടുന്നു. മറ്റുള്ളവർക്ക് ധർമ്മമാർഗം കാട്ടി സ്വധർമ്മത്തെ പരിപാലിക്കുന്നവൻ മഹർഷികളിൽ വെച്ച് ശ്രേഷ്ഠനാകുന്നു എന്ന്. അപ്പോൾ എവിടെയാണോ നമ്മൾ ജീവിക്കുന്നത്, ഏതൊരു ജീവിത സാഹചര്യമാണോ നമുക്ക് കിട്ടിയിരിക്കുന്നത്, ആ ജീവിത സാഹചര്യത്തിലും ആ ജീവിത സാഹചര്യത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ധർമ്മത്തിലും നമ്മൾ 100% സത്യസന്ധമായി നിർമ്മമരായിട്ട് വ്യാപൃതമായിട്ട് കൊണ്ടിരിക്കണം. അവർ യഥാർത്ഥത്തിൽ വ്രതി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സന്യാസി, ഋഷി എന്നൊക്കെയാണ് അർത്ഥം. അപ്പം അത്തരം ധർമ്മമാർഗത്തിലൂടെ മറ്റുള്ളവരെയും ചരിപ്പിക്കണം. അപ്പം നമ്മൾ ധർമ്മം ആചരിക്കുന്നത് കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്കും അത് വേണമെന്ന് തോന്നും. അവരെയും ആ മാർഗത്തിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ ചെയ്യുന്ന മനുഷ്യൻ, ഈ സമൂഹത്തിൽ അത്തരം മനുഷ്യരുണ്ടാകുകയാണെങ്കിൽ അയാൾ യഥാർത്ഥത്തിൽ വലിയ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ അങ്ങനെയുള്ള ആളുകൾ സമൂഹത്തിലുണ്ടാകും, ഗാർഹസ്ഥ്യ ജീവിതത്തിലും കാണും. അപ്പോൾ ഗാർഹസ്ഥ്യ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു യതിയേക്കാളും ശ്രേഷ്ഠനാകാൻ കഴിയുന്നത് സ്വധർമ്മ ആചരണം കൊണ്ടാണ്. കർമ്മത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടല്ല, നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൽ 100% വ്യാപൃതനാവുകയും എന്നാൽ അതിൽ നിർമ്മമനായിരിക്കുകയും അത് ലോകോപകാരപ്രദമായിട്ട് തീരുകയും ചെയ്യണം. മറ്റുള്ളവർക്കും ആ ധർമ്മത്തെ എത്തിച്ചു കൊടുക്കണം. അങ്ങനെ ചെയ്യുന്ന വ്യക്തി അത് വ്രതി എന്ന് പറഞ്ഞാൽ നിഷ്ഠയുള്ള ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി അവരിൽ ശ്രേഷ്ഠനായിട്ട് തീരുന്നു. 196 ഗാർഹസ്ഥ്യമുത്തമോ ധർമ്മോ യദി സർവോപകാരകഃ അപകാരപരം തച്ചേത് അധർമ്മ ഇതി കഥ്യത്തെ. ഗാർഹസ്ഥ്യം ഗൃഹസ്ഥാശ്രമം സർവോപകാരകഃ യദി എല്ലാവർക്കും ഉപകരിക്കുന്നതാണെങ്കിൽ ഉത്തമഃ ധർമ്മഃ ഉത്തമമായ ധർമ്മമാകുന്നു. അത് അപകാരപരം ചെയ്ത് അത് അപകാരം ചെയ്യുന്നതാണെങ്കിൽ, ഉപദ്രവം ചെയ്യുന്നതാണെങ്കിൽ അധർമ്മഃ ഇതി കഥ്യതേ അധർമ്മം എന്ന് പറയപ്പെടുന്നു. ഒരു ഗൃഹസ്ഥാശ്രമി എല്ലാവർക്കും ഉപകാരമുണ്ടാകുന്ന രീതിയിൽ തൻ്റെ ജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഉത്തമമായ ഒരു ജീവിത ധർമ്മത്തിൽ ഇരിക്കുന്ന ഒരാളാണ്. ഇത് തൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവമുണ്ടാക്കുന്ന ആളുകളുണ്ട്. അവർ അധർമ്മമാണ് ചെയ്യുന്നത്. അധർമ്മം പാപത്തെ ഉണ്ടാക്കും. പാപം എന്നത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുവല്ല. എന്നാൽ കാലക്രമത്തിൽ പാപം അഴുകുകയും പാപം ദുഃഖമായിട്ട് തീരുകയും ചെയ്യും. പുണ്യം പഴുത്ത് നല്ല സുഗന്ധമുള്ള പഴമായിട്ട് തീരും. പുണ്യത്തിന് നമുക്ക് സുഖം നൽകാനാണ് കഴിയുന്നത്, പാപത്തിന് ദുഃഖത്തെയാണ് നൽകാൻ കഴിയുന്നത്. ഓരോരുത്തരിലും ഇരിക്കുന്ന പാപസംസ്കാരവും പുണ്യസംസ്കാരവും ഇത് വ്യക്തികളിൽ സമ്മിശ്രമായിട്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നാം ചിലപ്പോൾ ദുഃഖിക്കുന്നതും ചിലപ്പോൾ സന്തോഷിക്കുന്നതും. ചില പ്രത്യേക സമയങ്ങളിൽ, സാഹചര്യങ്ങളിൽ പാപസംസ്കാരം ബഹിർഗമിക്കുകയും ആ പാപസംസ്കാരം ദുഃഖമായിട്ട് പരിണമിക്കുകയും ചെയ്യും. അതേസമയം പുണ്യസംസ്കാരം ബഹിർഗമിക്കുമ്പോൾ സന്തോഷമായി ആഹ്ലാദമായിട്ട് തീരുന്നു. അപ്പോൾ വ്യക്തികളുടെ ആന്തരികതയിൽ, വാസനയിൽ പുണ്യപാപ സംസ്കാരങ്ങൾ സമ്മിശ്രമായിട്ട് കലർന്നിരിക്കുന്നുണ്ട്. അപ്പം നാളെ ബഹിർഗമിക്കേണ്ട പുണ്യപാപ സംസ്കാരം ഇന്ന് ബഹിർഗമിക്കുകയില്ല. പ്രാരബ്ധം അങ്ങനെയാണ് ഒരു വ്യക്തിയിലിരിക്കുന്നത്. 5 വർഷം കഴിഞ്ഞ് ബഹിർഗമിക്കേണ്ട പാപ സംസ്കാരം ഈ വർഷം ഉണ്ടാകില്ല. അത് അടുക്കുകളായിട്ടാണ് ഇരിക്കുന്നത് ഓരോരുത്തരിലും.
അതുകൊണ്ടാണ് ആയുസ് നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഓരോ ഘട്ടത്തിലും ഈ പുണ്യപാപ സംസ്കാരം അത് പുറത്തു വരുന്നത് പ്രത്യേക സമയത്താണ്, സാഹചര്യത്തിൽ. അപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ ഈ പുണ്യപാപ സംസ്കാരങ്ങൾ പുറത്തു വരാനായിട്ട് സമാഗതമായിക്കൊണ്ടിരിക്കും. എല്ലാതും നമ്മുടെ ചുറ്റും അണിനിരന്നുകൊണ്ടിരിക്കും. എന്തിനു വേണ്ടിയിട്ട്? ഈശ്വരൻ തന്നെ അണിനിരത്തും. അതായത് നമ്മളിലെ പുണ്യത്തെ പുറത്തു കൊണ്ടുവരാനും പാപത്തെ പുറത്തു കൊണ്ടുവരാനും വേണ്ടിയിട്ട് നമ്മുടെ ചുറ്റുപാടുകളെ പോലും മാറ്റിമറിക്കും. ഇതാണ് ലോകത്തിൽ നടക്കുന്നത്. നമുക്കിത് സൂക്ഷ്മമായിട്ട് കാണാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ചില പ്രശ്നങ്ങൾ, ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നാം അത് കാരണമാണ്, ഇത് കാരണമാണ്, മറ്റേത് കാരണമാണെന്നൊക്കെ നമ്മൾ കണ്ടെത്തുന്നത്. യഥാർത്ഥത്തിൽ എന്താണ്? നമ്മളുടെ പ്രാരബ്ധത്തിൽ ആ പുണ്യപാപ സംസ്കാരം അന്തർലീനമായിരിക്കുന്നുണ്ട്. അത് പുറത്തേക്ക് വരുമ്പോൾ ചിലപ്പോൾ അടുത്തുള്ളവർ അകന്നു പോവും, അകലെയുള്ളവർ അടുത്തു വരും. ഇതൊക്കെ ഇതിൻ്റെ പ്രാരബ്ധത്തിൻ്റെ ഭാഗമാണ് എന്ന് നാം മനസ്സിലാക്കണം. ഗാർഹസ്ഥ്യം ഉത്തമോ ധർമ്മ യതി സർവോപകാരക, എല്ലാവർക്കും ഉപകാരം ഉണ്ടാകുന്ന രീതിയിൽ ജീവിക്കണം. അപകാരകർമ്മ, അപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോഷം, ദൂഷ്യം, ഉപദ്രവം, ഇതൊക്കെയാണ് അപകാരം. അങ്ങനെ ചെയ്യുന്നത് അധർമ്മമാണ് എന്ന് പറയുന്നു. അധർമ്മം പാപഫലത്തെ ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഗുരു ആത്മോപദേശ ശതകത്തിൽ പറയുന്നത്, അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു. കൃപണൻ അധോമുഖനായി കിടന്നു ചെയ്യുന്നു അപജയകർമ്മം അവനു വേണ്ടി മാത്രം. ഇവിടെ അപകാരകർമ്മവും അപജയകർമ്മവും സ്വാർത്ഥൻ്റെ, കൃപണൻ്റെ കർമ്മമാണ് എന്ന് അറിയണം.